വിനോദയാത്രാ പദ്ധതിയുമായി കെഎസ്ആർടിസി ബജറ്റ് ടൂറിസം സെൽ. കൊല്ലം കെഎസ്ആർടിസി ഡിപ്പോയിൽ നിന്നുമാണ് വിനോദയാത്രകൾ സംഘടിപ്പിക്കുന്നത്. മെയ് 29 ബുധനാഴ്ച രാവിലെ 5 മണിക്ക് കോട്ടയം, ഇടുക്കി ജില്ലകളുടെ അതിർത്തിയിലുള്ള ഇലവീഴ, പുഞ്ചിറ, ഇല്ലിക്കൽ കല്ല്, കട്ടിക്കയം വെള്ളച്ചാട്ടം എന്നിവ ഉൾക്കൊള്ളുന്ന ഏകദിന വിനോദയാത്രയ്ക്ക് 820 രൂപയാണ് നിരക്ക്. ഈ മാസം 30-ന് പുലർച്ചെ 5-ന് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തോടനുബന്ധിച്ച് ഏറ്റുമാനൂർ, തിരുനെല്ലി, കൊട്ടിയൂർ, മൃദംഗശൈലേശ്വരി, പറശ്ശിനിക്കടവ് ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് ജൂൺ 1 രാവിലെ മടങ്ങിയെത്തുന്നതിന് 2820 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. വൈസ് അഡ്മിറൽ ഗുർചരൺ സിംഗ് പൂനെയിലെ നാഷണൽ ഡിഫൻസ് അക്കാദമി കമാൻഡന്റായി സ്ഥാനമേറ്റു. നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ പൂർവ്വ വിദ്യാർത്ഥിയായ അദ്ദേഹം 1990 ജൂലൈ 1-ന് ഇന്ത്യൻ നേവിയിൽ സർവീസിൽ പ്രവേശിച്ചു. ഗണ്ണറി, മിസൈൽ എന്നിവയിൽ വിദഗ്ധനായ അദ്ദേഹം ഇന്ത്യൻ നാവികസേനയുടെ രഞ്ജിത്ത്, പ്രഹാർ എന്നീ കപ്പലുകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. INS ബ്രഹ്മപുത്ര, INS ശിവാലിക്, INS കൊച്ചി എന്നീ 3 ഇന്ത്യൻ നിർമ്മിത യുദ്ധക്കപ്പലുകളുടെ കമ്മീഷനിംഗ് ക്രൂവിന്റെ ഭാഗമെന്ന ബഹുമതിയും അദ്ദേഹത്തിനുണ്ട്. കോഴിക്കോട് ഓമശ്ശേരി വെളിമണ്ണയിൽ വീട്ടിൽ തീപിടുത്തം. ചിറ്റാരിക്കൽ എരി ബ്രഹ്മലരാജന്റെ വീടിനാണ് തീപിടിച്ചത്. വീട്ടുകാർ സ്ഥലത്തുണ്ടായിരുന്നില്ല. വാതിൽ, കട്ടിൽ, ഫാനുകൾ, തുണികൾ, മേശ തുടങ്ങിയവ കത്തിനശിച്ചു. 1 ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. മുക്കം ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് നിഗമനം. ഛത്തീസ്ഗഡിൽ ബിജാപൂർ ജില്ലയിലെ ബസ്താർ ഡിവിഷനിൽ 33 മാവോയിസ്റ്റുകൾ കീഴടങ്ങി. ഇതിൽ 3 പേരെ പിടികൂടുന്നവർക്ക് പോലീസ് 5 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. ജില്ലാ പോലീസ് സൂപ്രണ്ടിനും CRPF DIGക്കും മുൻപെയാണ് മാവോയിസ്റ്റുകൾ കീഴടങ്ങിയത്. നിരവധി നക്സലൈറ്റ് ആക്രമണ സംഭവങ്ങളിൽ ഉൾപ്പെട്ടവരാണ് കീഴടങ്ങിയവർ. ISROയുടെ പുഷ്പക് റീയൂസബിൾ ലോഞ്ച് വെഹിക്കിളിന്റെ നിർണായകമായ 3ാം പരീക്ഷണം ജൂൺ ആദ്യവാരം. ആദ്യ 2 പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തിയ കർണാടകയിലെ ചിത്രദുർഗ എയ്റോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ചിലാണ് പരീക്ഷണം. ആദ്യ പരീക്ഷണത്തിൽ റൺവേയിൽ നിന്ന് 4 കിലോമീറ്ററും 2ാം പരീക്ഷണത്തിൽ റൺവേയിൽ നിന്ന് 150 മീറ്ററോളവും ദൂരത്തിൽ വിക്ഷേപണ വാഹനത്തെ വിജയകരമായി ലാൻഡ് ചെയ്യിച്ചിരുന്നു.